പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം 4 ബേസിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ലിസ്റ്റ് ബിൽഡ് ചെയ്യലാണ്. ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു ഫോർമാലിറ്റി പോലെ ഏതെങ്കിലും ഒരു ഗതികേടിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരാണ് മിക്കവാറും ഉള്ളത്. ഒരുപക്ഷെ ലിസ്റ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് ഇത്രയധികം ആധികാരികമായിട്ട് വേറൊരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ട് ഞാനത് വളരെ ഒന്ന് വിശദമായിട്ട് തന്നെ ഇന്ന് എടുക്കാം. എത്ര നേരം എടുക്കുന്ന അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്പം പോലും കളയാതെ നോട്ട് ചെയ്ത് പോവുക. മുഴുവൻ എഴുതാൻ പറ്റിയില്ലെങ്കിലും നോട്ട് ചെയ്ത് മലയാളത്തിൽ അത് നോട്ട് ചെയ്ത് ചില സ്പീഡിൽ എഴുതി പോയാൽ മതി, ഷോർട്ട് ഹാൻഡ് എഴുതണ പോലെ. പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മാറ്റാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ എഴുതി പോവുക. പോയിന്റുകൾ എഴുതാനുള്ളത് ഞാൻ പോയിന്റുകൾ എഴുതാനായിട്ടുള്ള അവസരം തരികയുമാവാം. സോ 4 ബേസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ദിവസം അതിനു വേണ്ടിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്രോച്ചസിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് IKN 101 ലഭ്യവുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരുമോ അത് മുഴുവൻ അടുത്ത ഞായറാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ചത്തെ സെഷൻ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഒബ്ജക്ഷൻ വന്നാലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. ചെറിയ രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഐ വാണ്ട് ടു ബിൽഡ് എ ഗ്രേറ്റ് ടീം. ട്രെയിൻഡ് വാക്കുകൾ ഉള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ചുളിഞ്ഞ് മോശമാവുന്ന കുറച്ച് ആൾക്കാരെ വെച്ചിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. വളരെയധികം കോൺഫിഡൻസും ആത്മവിശ്വാസവും സെൽഫ് എസ്റ്റീമും ഒക്കെ ഉള്ള കുറച്ച് ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശീലന പരിപാടികൾ ചെയ്യുന്നത്. സോ വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക. ആദ്യം തന്നെ എഴുതേണ്ടത് ബിഗ് ലിസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വലിയ ലിസ്റ്റാണ്. ചെറിയ ലിസ്റ്റ് അല്ല, വലിയ ലിസ്റ്റ്. ആ വലിയ എന്നുള്ളതിന്റെ അടിയിൽ വരയ്ക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന 1% ആളുകൾ. എന്താ ഞാൻ പറഞ്ഞത്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന 1% ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യം അവരുടെ ലിസ്റ്റ് വളരെ വലുതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിങ്ങൾ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യും. അപ്പൊ ഇപ്പോ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തീരുമാനിക്കണം. എല്ലാവരെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യും എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ കയ്യിലെ ലിസ്റ്റ് വളരെ വലുതാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ വരുന്ന റിജക്ഷനോ സെറ്റ് ബാക്കുകളോ ഒന്നും നിങ്ങളെ വലുതായിട്ട് ബാധിക്കില്ല. മാത്രമല്ല, നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യില്ല. ആളുകൾ ഈ ബിസിനസ് വിട്ട് പോകുന്നത് മറ്റുള്ളവരുടെ നെഗറ്റീവ് റിയാക്ഷൻ കൊണ്ടല്ല, മറിച്ച് അവർ വളരെ ചെറിയ ലിസ്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്നുകൂടി എഴുതി വെച്ചോളൂ. പീപ്പിൾ ഡു നോട്ട് ക്വിറ്റ് ബിസിനസ് ബിക്കോസ് ഓഫ് നെഗറ്റീവ് റിയാക്ഷൻസ് ഫ്രം അതേഴ്സ്. They quit because they have a small list. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ എന്നെ ഇടയ്ക്ക് അറിയിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്ക് മിസ്സാവുണ്ടെങ്കിൽ പറയണം. ഞാൻ എന്റെ വീഡിയോ വേണമെങ്കിൽ കട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഞാൻ അൺമ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. കാരണം ഐ നീഡ് യുവർ സപ്പോർട്ട്. സന്ധ്യ സൈലന്റിലാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ ഞാൻ, കാരണം ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. സന്ധ്യ, ആർ യു ദേർ? സന്ധ്യ, എന്നെ ഒന്ന് സഹായിക്കണം. ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പൊ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇപ്പൊ നന്നായി പോകുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സന്ധ്യ എന്നെ അറിയിക്കണം, ശ്രീതു അറിയിക്കണം. ഓക്കെ, okay, fine. So ഒരു ന്യൂ വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഒരു വലിയ ലിസ്റ്റ് ഉള്ളവർക്ക് ഉറപ്പാണ്. മനസ്സിലാക്കുക, വലിയ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് വരാൻ വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ്. ഞാൻ ഉറപ്പാണ് തരുന്നത്. വിനോദ് പറയുന്നു നിങ്ങളുടെ കയ്യിൽ 1000 പേരുടെ ലിസ്റ്റ് എന്ന് കംപ്ലീറ്റഡ് ആവണോ അന്ന് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആ ലിസ്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് മാറ്റം വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല, അടുത്ത സെന്റൻസ് എഴുതി വെക്കണം. ഞാൻ പറയാൻ പോണ സെന്റൻസ് എഴുതി വെക്കണം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്
വൈദഗ്ധ്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് ഒരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമാണ്, ഒരു ഉദ്ദേശത്തിന്റെ പ്രശ്നമാണ്, ഒരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമാണ്, ഒരു ഉദ്ദേശത്തിന്റെ പ്രശ്നമാണ്. മേക്കിംഗ് എ ബിഗ് ലിസ്റ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് സ്കിൽ ബട്ട് എ മാറ്റർ ഓഫ് ഇന്റൻഷൻ. നിങ്ങളുടെ ഇന്റൻഷൻ നന്നായാൽ തന്നെ ലിസ്റ്റ് വരും. അല്ലാതെ സ്കില്ലൊന്നും ആവശ്യമില്ല അതിനകത്ത്, വൈദഗ്ധ്യമൊന്നും വേണ്ട ലിസ്റ്റ് ഉണ്ടാക്കാൻ. അത് നിങ്ങളുടെ നിലപാടുകളെ മാത്രമാണ് വ്യക്തമാക്കുന്നത്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ സീരിയസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ സ്കില്ലല്ല പ്രശ്നം, ഇന്റൻഷന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ ഇവിടെ വിജയിച്ച് കയറുമ്പോൾ വലിയ വലിയ ആളുകൾ, വലിയ വലിയ സെറ്റപ്പിലുള്ള ആളുകൾ, പ്രൊഫഷണൽ എക്സലൻസും ബിസിനസ് പാരമ്പര്യമൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് പച്ച തൊടാതെ പോകുന്നതിന്റെ കാരണം അവരെല്ലാം മനസ്സിൽ സൂക്ഷിക്കുകയും ഇതൊക്കെ അവരുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന എന്തോ ആണെന്ന് വിചാരിച്ചു കൂട്ടുകയും ചെയ്തതാണ്. ഏറ്റവും ആദ്യം വേണ്ടത് ലിസ്റ്റ് എഴുതാൻ വളരെ നല്ല വലിയൊരു ഡയറി മനോഹരമായിട്ട് സജ്ജീകരിക്കണം. ലൈനുകളുള്ള വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ കവർ ചെയ്ത് നല്ല മനോഹരമായിട്ട് വെക്കണം. കാരണം അതാണ് നിങ്ങളുടെ റോ മെറ്റീരിയൽ, നിങ്ങളുടെ ഫാക്ടറി അതാണ്. അതിൽ നിന്നാണ് റിഫൈൻഡ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്, അത് ചേൺ ചെയ്തിട്ടാണ്. അപ്പൊ വലിയൊരു ലിസ്റ്റ് വളരെ വലിയ ഒരു സംഗതിയാണ്. ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ഹോപ്പ്. ലിസ്റ്റ് സമം പ്രതീക്ഷ, ലിസ്റ്റ് സമം ലാഭം, രണ്ടും എഴുതി വെക്കണം. ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ഹോപ്പ്, ലിസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷയാണ്, ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ 90% ആളുകളും ഇത്തരത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കാറില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 90% ആളുകളും പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നവർ മാത്രമാവും വിജയിക്കുന്നവരല്ല. 10% പേരാണ് വിജയിക്കാറ്. ആ 10%ത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ ഡയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു രജിസ്റ്ററിൽ 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം കൊണ്ട് വേണ്ട. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന സമയം പറഞ്ഞുതരാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ലിസ്റ്റ് ഉണ്ടാക്കുക. ദ പ്ലാൻ വിൽ വർക്ക് ഓൺലി വെൻ യു വർക്ക് ആസ് പെർ ദ പ്ലാൻ. നിങ്ങള് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര പ്രസന്റേഷൻ സ്കിൽസും നിങ്ങളുടെ ഭയങ്കര കൺവിൻസിങ് സ്കിൽസും നിങ്ങൾക്ക് ഭയങ്കര കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ഇല്ലാതെ പറ്റില്ല. സോ ആവശ്യത്തിന് ലിസ്റ്റുകളില്ലെങ്കിൽ ഇപ്പൊ നിലത്ത് നിർത്തിയിട്ട് വേണ്ട എനിക്ക് അടവെടുക്കാൻ എന്ന് പറയണ പോലെയാണ്. എല്ലാ അടവും പഠിച്ചു, പക്ഷെ ആള് നിലത്ത് നിന്നിട്ടില്ല, ആളെ പൊക്കിയിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാര്. നീ എന്താ അടവെടുക്കാത്തെന്ന് വെച്ചപ്പോ പറയുമ്പോ ഞാന് നിലത്ത് നിന്നിട്ട് വേണ്ടടാ എന്ന് ചോദിക്കണ പോലെയാണ്. ആദ്യം നിലത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് വേണം, ലിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മുടെ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് റോൾ മോഡൽ ആവേണ്ടവരാണ് നമ്മളൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ ലിസ്റ്റ് മാത്രമാണ് ഫൗണ്ടേഷൻ. മാത്രമല്ല, ഒരു സെന്റൻസ് എഴുതി വെക്കണം. എന്തിന് ഈ അവസരം മറ്റുള്ളവരോട് പറയാതിരിക്കണം? എഴുതി വെക്കും അടിയിൽ. എന്തിന് ഈ അവസരം മറ്റുള്ളവരോട് പറയാതിരിക്കണം? വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിന് ഇത്രയും നല്ലൊരു അവസരം, നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസരം മറ്റുള്ളവരോട് പറയാതിരിക്കണം? ഇനി പറയാൻ പോണ 5 കാരണങ്ങളാണ്. ടോപ്പ് 5 റീസൺസ് ഫോർ ബിഗ് ലിസ്റ്റ് എഴുതി വെക്കണം. ഇത്രയും പറഞ്ഞത് ആമുഖമാണ്. ഇനി പറയാൻ പോണ ഒന്നാമത്തെ പോയിന്റ്, 5 പോയിന്റ് ആണ്. ടോപ്പ് 5 റീസൺസ് ഫോർ ബിഗ് ലിസ്റ്റ്. 1, ലിസ്റ്റ് എന്ന് പറയുന്നത് യുവർ ബിസിനസ് വിൽ ഹാപ്പൻ ഓൺലി വിത്ത് എ ലിസ്റ്റ്. നിങ്ങളുടെ ബിസിനസ് സംഭവിക്കണമെങ്കിൽ ലിസ്റ്റ് വേണം, ഓപ്ഷൻ ഇല്ല. ലിസ്റ്റ് ഈസ് കമ്പൽസറി. നിങ്ങളൊരു സ്വപ്ന ലോകത്താണ്. ലിസ്റ്റ് ഇല്ലാതെ 3-4 പേരോട് വർത്തമാനം പറഞ്ഞിട്ട് ഇത് തന്നെ നടന്നോളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വപ്ന ലോകത്താണ്. നിങ്ങൾ പറയാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊന്നും ആരും പറയില്ല എന്ന് വിചാരിക്കുന്നതും മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ്. അവരാരും റിസർവ്ഡ് അല്ല, അവരാരും ഒരു എന്താ പറയാ ഭൂഗർഭത്തിൽ ഇരിക്കല്ല, അറകളിലല്ല. അവർ ഈ സമൂഹത്തിൽ തന്നെയാണ്. അവരും ഫേസ്ബുക്ക് കാണുന്നുണ്ട്, അവരുടെയും കൂട്ടുകാർ മറ്റു ആൾക്കാർ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, ഇന്ത്യയിൽ 2025 1,80,00,000 വ്യക്തികൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യും. ഇന്ത്യയിൽ
2025 1,80,00,000 വ്യക്തികൾ സീരിയസ് ആയി ബിസിനസ് ചെയ്യും. ആൻഡ് ഇഫ് യു വിൽ നോട്ട് അപ്രോച്ച് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, സംവൺ എൽസ് വിൽ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഇപ്പൊ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ വേറെ പല ആൾക്കാരും ചെയ്യും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോയിന്റ്, യുവർ ബിസിനസ് വിൽ ഹാപ്പൻ ഓൺലി വെൻ യു ഹാവ് എ ലിസ്റ്റ് ആൻഡ് ലിസ്റ്റ് ഈസ് കമ്പൽസറി. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ വാലിഡ് പോയിന്റ്, യുവർ കപ്പാസിറ്റി ടു ഹാൻഡിൽ റിജക്ഷൻ അല്ലെങ്കിൽ ഹാൻഡിൽ നോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് യുവർ ലിസ്റ്റ്. നിങ്ങളുടെ ലിസ്റ്റിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും നോയും റിജക്ഷനും ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി. നിങ്ങളുടെ ലിസ്റ്റ് കുറവാണെങ്കിൽ അതിൽ നിന്ന് നോയും റിജക്ഷനും വന്നാൽ നിങ്ങൾ ചുരുങ്ങിപ്പോവും, ചുക്കിച്ചുളിയും, പരിപാടി നിർത്തിപ്പോവും. നിങ്ങൾ 6 പേരെ കണ്ടു, നോ പറഞ്ഞു എന്ന് ആലോചിക്കുക, നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിൽ ആകെ 6 പേരുടെ ലിസ്റ്റ് ഉള്ളെങ്കിൽ നിങ്ങളുടെ ലോകം അവിടെ വെച്ച് അവസാനിച്ചു. നിങ്ങളുടെ ലോകം തീർന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ തീർന്നു, നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ 4 പേരുള്ളെങ്കിൽ ആദ്യത്തെ ആള് നോ പറയുമ്പോഴേക്ക് 25% പോയി, രണ്ടാമത്തെ ആള് പറയുമ്പോഴേക്കും 50 പോയി, മൂന്നാമത്തെ ആള് പറയുമ്പോഴേക്കും 75% പോയി, നാലാമത്തെ ആള് പറയുമ്പോഴേക്കും അയാൾ മാത്രമല്ല പോയെ, നിങ്ങളും പോയി. യു ഓൾസോ വെന്റ്. അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒരു 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് 6 അല്ല 60 പേര് നോ പറഞ്ഞാലും നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് സെഷനാണ്. നിങ്ങളുടെ കയ്യിൽ 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 100 പേരോട് പറഞ്ഞിട്ട് ആ 100 പേര് നോ പറഞ്ഞാലും അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് സെഷനാണ്, നിങ്ങളുടെ റിഹേഴ്സലാണ്. ശരിയായ കളി വരണേ ഉള്ളൂ. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അറിയാൻ വേണ്ടി, എങ്ങനെയൊക്കെയാണ് ഇവർ പെരുമാറാന്ന് അറിയാൻ വേണ്ടി, എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ് അറിയാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഒരു കളി മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കുള്ളൂ. ഇനി കിടക്കുന്നു 900 പേരുടെ ലിസ്റ്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഒരു ബിഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആളുകളുടെ റിയാക്ഷനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പീപ്പിൾ ഹു ഡു നോട്ട് ക്വിറ്റ്, അല്ലെങ്കിൽ ഈ ബിസിനസ് ക്വിറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട പണി 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഇതൊരു പ്രൊജക്റ്റ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. 1000 പേരിലേക്ക് സന്ദേശം എത്തിക്കുക. വേറെ ഒരു പണിയില്ല നമുക്ക്, ജസ്റ്റ് സന്ദേശം എത്തിക്കുക. ഇവിടെ നിന്ന് വിട്ടുപോകുന്നവരെല്ലാം ഈ പേര് ഇത് എഴുതി വെക്കണം. ഇവിടെ നിന്ന് വിട്ടുപോകുന്നവരെല്ലാം വളരെ ചെറിയ ലിസ്റ്റ് ഉള്ളവർ മാത്രമായിരുന്നു എന്ന് എഴുതി വെക്കുക. ഇവിടെ നിന്ന് വിട്ടുപോകുന്നവരെല്ലാം വളരെ ചെറിയ ലിസ്റ്റ് ഉള്ളവർ മാത്രമായിരുന്നു. ഇനി ലിസ്റ്റിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, തേർഡ് അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടും. നിങ്ങൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നീങ്ങേണ്ടി വരില്ല. മറ്റത് നോ പറഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, ഒരു ജോയിൻ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ തന്നെ പിടിച്ച് ഞെക്കി സമയം മുഴുവൻ കളഞ്ഞ് അവന്റെ സൗകര്യത്തിന് നോക്കി അവൻ ഇനി ഒരാളെ കാണാനായിട്ട് അടുത്ത ആഴ്ച പറഞ്ഞ് അടുത്ത ആഴ്ച വരെ വായ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് പലർക്കും. കൂടുതൽ പേരുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും സ്പീഡിൽ പോകുന്ന ആളുടെ ബിസിനസ് ആയിരിക്കും നിങ്ങളുടെ ബിസിനസ്. അപ്പൊ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ തട്ടി നിൽക്കാതിരിക്കാനും ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റിന്റെ സ്പീഡ് നിങ്ങളുടെ ബിസിനസിന്റെ സ്പീഡ് ആയതുകൊണ്ട് കൂടുതൽ ബെസ്റ്റിനെ ചൂസ് ചെയ്യാനുമുള്ള അവസരം കൂടുതൽ വലിയ ലിസ്റ്റ് ഉള്ളവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ റൈറ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ്, ലിസ്റ്റ് കൂടും തോറും റൈറ്റ് പ്രോസ്പെക്ട്സിന്റെ എണ്ണവും കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെയിൽസ് കൺവേർഷനും വളരെ മെച്ചപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വെൻ യു സ്റ്റാർട്ട് വിത്ത് റൈറ്റ് പീപ്പിൾ യുവർ ബിസിനസ് ഗെറ്റ്സ് എ ബിഗ് ടേക്ക് ഓഫ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയായ ഒരാളിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാനും ശരിയാണ്, എനിക്ക് ശരിയായ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് പിന്നെ 1+1 11 1+1 10 അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ശരിയായ ആളെ കിട്ടാനുള്ള സാധ്യതയും ലിസ്റ്റ് വലുതാവുമ്പോൾ കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സോ ബിഗ് ലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ പോയിന്റ്, യു വിൽ ബിൽഡ് ബിസിനസ് വിത്ത് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. നിങ്ങൾക്കൊരു പോസ്ചർ ഉണ്ടാവും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പോസ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന രീതി, നിങ്ങളുടെ മുഖം പിടിക്കുന്ന രീതി, നിങ്ങൾ ഡ്രസ് ചെയ്യുന്ന രീതി, നിങ്ങൾ നിവർന്ന് നിൽക്കുന്ന രീതി, നിങ്ങളെ ആളുകൾ കാണുമ്പോൾ തന്നെ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ പോസ്ചറാണ്. POSTURE എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. ആ നിപ്പ് വളരെ വളരെ മെച്ചപ്പെടും നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിൽ. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഭയങ്കരമായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്,
അഞ്ചാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബിഗ് ലിസ്റ്റ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ടൂൾ ഇൻ ദിസ് ബിസിനസ്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ആളുകൾ പ്രണമിക്കും. നിങ്ങൾ കാണുന്ന പ്രോസ്പെക്റ്റിന് പോലും മനസ്സിലാവും ഇയാൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ ആളുകളെ മുഴുവൻ അയാൾ കണ്ടുവരുമ്പോഴേക്കും കുറെ അധികം ആളുകളെ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ഞാൻ കയറുന്നതാണ് നല്ലത്, കാരണം ആ ലിസ്റ്റ് എനിക്ക് വേണ്ടിയും വർക്ക് ചെയ്യാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. സോ ഒരു വലിയ ലിസ്റ്റുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്ക് ആ ലിസ്റ്റ് പോലും ഒരു വലിയ ടൂളാണ്. ഞാൻ എല്ലാ കാലത്തും വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് പറയണേ, എല്ലാ കാലത്തും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പോയി സംസാരിക്കുമ്പോൾ ഞാൻ അവരെ എന്റെ സീരിയസ്നെസ് കാണിക്കാൻ ഞാൻ ആദ്യം കാണിക്കുന്നത് എന്റെ ലിസ്റ്റും എന്റെ പ്രിപ്പറേഷനും എന്റെ കോൺഫിഡൻസും എന്റെ ഏത് ലെവലിലാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടുള്ളതെന്നാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തുടക്കകാലങ്ങളിൽ. സോ ഈ 5 കാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വലിയ ബിഗ് ലിസ്റ്റ് ഉണ്ടാക്കിയേ പറ്റൂ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ആളുകൾ ലിസ്റ്റ് ഉണ്ടാക്കാത്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. വൈ പീപ്പിൾ ആർ നോട്ട് മേക്കിംഗ് ബിഗ് ലിസ്റ്റ്. എഴുതണം, എന്തുകൊണ്ടാണ് ആളുകൾ ലിസ്റ്റ് ഉണ്ടാക്കാത്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. നമുക്ക് എഴുതാം. 1, ഈ ബിസിനസ്സിൽ വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല. അവര് തുടങ്ങുമ്പോ തന്നെ പരാജിതരാണ്. അവര് തുടങ്ങുമ്പോ തന്നെ നോക്കട്ടെ, രണ്ടുപേരോട് പറഞ്ഞു നോക്കാം, എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, എന്നിട്ട് നോക്കാം. അവര് നോക്കാൻ വേണ്ടിയാണ് വരണേ, നടത്തിയെടുക്കാനല്ല, വെറുതെ നടക്കാൻ, തെക്ക് വടക്ക് നടക്കാൻ, ചുമ്മാ എന്തെങ്കിലും സാധനം മേടിച്ച് തെക്ക് വടക്ക് നടക്കാൻ. എന്നിട്ട് ഏതെങ്കിലും അപ്പലേയും രക്ഷപ്പെടുത്തും, വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തും, രണ്ടുപേരെ കിട്ടിയാൽ മതിയല്ലോ, പോണ വഴി രണ്ടെണ്ണത്തിന് എറിഞ്ഞു നോക്കാം, പോണത് പോരട്ടെ. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് 1 ചെയ്യാത്തത്. കാരണം ആത്മവിശ്വാസം 0ആണ്. അവരും ചെയ്തിരുന്നു, ഇവരും ചെയ്തിരുന്നു, ഞാനും പലതും ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല, ഞാൻ ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്, എന്റെ കാര്യം പോക്കാണ്, പലരും ചെയ്തിട്ട് എവിടെ എത്തിയിട്ടില്ല, തെക്കേലെ ശശി കുറക്കാലായി 5 കൊല്ലായി നടത്തണു, ഒന്നും കണ്ടതായിട്ട് കാണാനില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് പോരെ. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കാത്തത്. രണ്ടാമത്തെ കാരണം, ഈ ബിസിനസ് അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും പറ്റിയതാണെന്ന് അവർ കരുതുന്നില്ല. രണ്ടാമത്തെ റീസൺ അതാണ്. They don't have the faith that this business is good for their friends and relatives. ഓ, ഈ ബിസിനസ് അവന് കിട്ടിയിട്ട് ആവശ്യമൊന്നുമില്ലെന്നേ, ഫിൽത്തി റിച്ച് ആണെന്നേ, അവൻ നല്ല ശമ്പളക്കാരനാണെന്നേ, അവന് ആവശ്യമില്ല റേഡിയേഷൻ, അവന് മാറേണ്ട കാര്യമില്ല, അവൻ റേഡിയേഷൻ പൊക്കൊള്ളണം, അവന് സർക്കാർ ജോലി ഉള്ളതല്ലേ, അവന് പെൻഷനൊക്കെ ഉണ്ടല്ലോ, ഇത് ഗതികെട്ട കുറെ ആളുകൾക്ക് ഉള്ളതാണല്ലോ. നമ്മുടെ മനസ്സിലുള്ള തോന്നലുകളാണ് ഈ പറയുന്നത്. അവൻ എന്ത് വിചാരിക്കും? അവൻ ചിലപ്പോ എന്നോട് വിളിച്ചിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലടാ വിനോദേ എന്റെ പോലെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഒരു പരിപാടി ഇല്ലാണ്ട് കലങ്കിരിക്കണം 4 പേരോടൊന്ന് ചൊറിഞ്ഞു നോക്കാം, മറ്റവരോട് പോണ്ട, ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിനും പോണ്ട, എന്ത് വിചാരിക്കും? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ 100% കരുതുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഉപകാരപ്പെടുമെന്നും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ആവശ്യമുണ്ടെന്നും നമുക്ക് ധാരണയില്ല. കാശുണ്ടാക്കി കഴിയുമ്പോൾ മാത്രം വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം, ആരെങ്കിലും വരണമെങ്കിൽ വരട്ടെ എന്നാ വിചാരിക്കുന്നത്. മണ്ടത്തരമാണ്, ആലോചിക്കുക. അപ്പൊ അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം വാട്ട് വിൽ പീപ്പിൾ സേ, ലോഗ് ക്യാ കഹേംഗെ, ലോഗ് ക്യാ കഹേംഗെ, ആൾക്കാരെന്ത് പറയും ചേട്ടാ. ഇപ്പൊ നടക്കണ പോലെ അടുത്ത വർഷങ്ങൾ മുഴുവൻ നടന്ന ആൾക്കാർ എന്ത് പറയൂടോ? ഇതാണ് എന്റെ ചോദ്യം. തന്റെ ഇപ്പൊ നടക്കണ നടപ്പ് കുറച്ച് 5 കൊല്ലം കൂടി കഴിയുമ്പോൾ നരയ്ക്കും, കൊരയ്ക്കും, വയ്യാണ്ടാവും, തെണ്ടി നടക്കേണ്ടി വരും. 10 കൊല്ലം കൂടി കഴിയുമ്പോൾ തീരെ വയ്യാണ്ടാവും. അപ്പൊ ഈ ആൾക്കാർ എന്ത് പറയുന്ന ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിന്തിക്കുക. മാത്രമല്ല, ആരാണിവർ? ഈ പറയുമെന്ന് പറയുന്നവന്മാർ ആരാണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് ഇൻഫ്ലുവൻസേഴ്സ് ആണോ അവര്? അവര് ജീവിതത്തിലെ വലിയ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണോ? അവര് ജീവിതത്തിലെ അച്ചീവേഴ്സ് ആണോ? അവരെന്തെങ്കിലും റോൾ മോഡൽസ് ആണോ? അതോ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പീപ്പിൾ ആണോ? അതോ അവര് വലിയ ഐക്കോൺസ് ആണോ? അമിതാഭ് ബച്ചന്റെ പോലെ, ബൈജൂസ് ആപ്പിന്റെ പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏത് മേഖലയിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഐക്കോൺസ് ആണോ അവര്? ആരാണോ അവര്?
ആരാണവർ? ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. 3. നാലാമത്തെ, എങ്ങനെയാണ് ഇത് ലിസ്റ്റ് ഇടാത്തതെന്ന് വെച്ചതിന്റെ കാരണം, നാലാമത്തെ കാരണം, ചില ആൾക്കാരുടെ വിചാരം ഞങ്ങളുടെ പോലെ ചെയ്തോളാം. ചില ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട് ചെയ്യാൻ. നമുക്ക് ലിസ്റ്റ് ഒന്നും വേണ്ടപ്പാ, നമുക്കറിയാം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഞാൻ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലിസ്റ്റ് ഇടാനൊന്നും എന്നോട് പറയരുത്, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. അപ്പൊ എന്ത് ചെയ്യും? അവരവരുടെ രീതിയിൽ ചെയ്തു തുടങ്ങും. അവരവരുടെ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ തുടക്കം തന്നെ പിഴച്ചു എന്നാണ് അർത്ഥം. ദയവ് ചെയ്ത് അവനവന്റെ മെത്തേഡിൽ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബെസ്റ്റ് പ്രസന്റേഷനും ബെസ്റ്റ് സെയിൽസ് ക്ലോസിംഗ് സ്കിൽസും ബെസ്റ്റ് കൺവിക്ഷനും കൺവിൻസിങ് പവറും ഒക്കെ കാണിക്കണമെങ്കിൽ ലിസ്റ്റ് ഇല്ലാതെ വല്ലതും നടക്കുമോ? ഈ ബിസിനസ്സിലെ 1% ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ് കണ്ട അന്ന്, ഞാനത് കണ്ടത് 20 വർഷം മുമ്പാണ്, 24 വർഷം മുമ്പാണ്. ഞാൻ ഈ ബിസിനസ് കണ്ട അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ സെയിൽസിലായിരുന്നത് കൊണ്ട് എനിക്ക് റിജക്ഷൻ പ്രശ്നം അല്ലാത്തത് കൊണ്ടും ഇതിനകത്ത് അന്ന് അധികം ആൾക്കാരും ഈ ബിസിനസ്സിൽ ഇല്ലാത്തത് കൊണ്ടും അന്ന് എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യം, പരമാവധി ആളുകളെ കണ്ടു തീർക്കണവനായിരിക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കണത് എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അത് ബാലപാഠമായിരുന്നു, എന്റെ ബാലപാഠം. വിനോദ് നമ്പൂതിരിയുടെ ബാലപാഠം അതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് മുതലേ ബിഗ് ലിസ്റ്റ് ഇടണേൽ ഞാൻ എടുക്കണ. ബാക്കിയുള്ളവർ 100 ലിസ്റ്റ് ഇടുമ്പോൾ ഞാൻ 1000 ഇടും. കാരണം നമുക്ക് കളിക്കാനുള്ള കളിയാതെ. ബാക്കിയുള്ളവർ 2 പേരെ കാണുമ്പോൾ ഞാൻ ഡെയിലി 5 പേരെ കാണും. കണ്ട് 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 പോലാണ്. വെള്ളത്തിനടുത്തിരുന്ന് കാല് നനയാതെ വെള്ളത്തിന്റെ ആനന്ദം ലഭിക്കണം എന്ന് പറയരുത്. വെള്ളം എടുത്ത് ഒഴിക്കണം മേത്തേക്കടെ. മഴയെക്കുറിച്ച് അറിയണം, പക്ഷെ മഴ നനയൂല. നമ്മൾ ഇറയത്തിരുന്നിട്ട് മഴ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നനയാൻ തയ്യാറാവണം, ആഴത്തിലേക്ക് ഡൈവ് ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഐ ആം ഇൻവൈറ്റിംഗ് യു ആൻഡ് ഐ ആം കമ്പലിംഗ് യു. കാരണം നിങ്ങളെയൊക്കെ വലുതായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ പറയണം. അടുത്ത 5 കൊല്ലം ഈ വ്യവസായം 1,80,00,000 ആളുകളുടെ വ്യവസായമായി മാറുമ്പോൾ നിങ്ങളൊക്കെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിക്കണോണ്ടാ പറയുന്നത്. I am inviting you, I am compelling you, I am urging you. Please create a big list. The business will start for you only when you decide that you should have a big list. അപ്പോഴേ ഇത് സംഭവിക്കുള്ളൂ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും പേര് പേടിക്കൂടാതെ, പേടിക്കരുത്. നരേന്ദ്രമോദി നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ എടുക്കണം. പ്രധാനമന്ത്രിയും പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുടെ ലിസ്റ്റിന് അവരുണ്ടെങ്കിൽ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഇതൊരു വലിയ സ്കില്ലിന്റെ പ്രശ്നമല്ല, ഇതൊരു ഇന്റൻഷന്റെ പ്രശ്നമാണ്. ദിസ് ഇസ് നോട്ട് എ ക്വസ്റ്റൻ ഓഫ് സ്കിൽ. ഇതിന് വൈദഗ്ധ്യമൊന്നും വേണ്ട, ഇരുന്ന് എഴുതിയാൽ മതി. മാത്രമല്ല, വേറെ ചില ആൾക്കാർ പറയും, എനിക്ക് അധികം പേരൊന്നും അറിയില്ലല്ലോ സാറേ, എനിക്ക് അറിയാൻ പാടില്ലല്ലോ സാറേ. അധികം പേര് അറിയണതിന്റെ പ്രശ്നം അല്ലടോ, എത്ര ആളുകളെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളതിലാണ്. എനിക്ക് അറിയാവുന്ന ആളുകളിൽ നിന്നും അവർക്ക് അറിയാവുന്ന ആളുകളെ സെർവ് ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വലിയ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. ഇത് എടുക്കാൻ പോകലല്ല, ഇത് കൊടുക്കാൻ പോകല. ഇത് കൊടുക്കാനാ പോണ വിനോദ് നമ്പൂതിരി എല്ലാ ദിവസവും. ആരുടെ ഒന്നും എടുക്കാനല്ല പോകുന്നേ. അപ്പൊ എത്രമാത്രം ആളുകളിലേക്ക് സെർവ് ചെയ്യാനുണ്ട്, ഞാൻ താല്പര്യനാണെന്നുള്ളതാണ് എന്നെ കൊണ്ട് ഇപ്പൊ സംസാരിപ്പിക്കുന്നത് പോലും. ഒരു 100 ആളുകളെ ട്രെയിൻ ചെയ്തെടുത്താൽ അവർക്ക് വേറൊരു 100 പേരെ ട്രെയിൻ ചെയ്യാൻ പറ്റിയാൽ 10,000 ആളുകളിലേക്ക് ഈ സന്ദേശം എത്തും. ഈ ഒരു വലിയ ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്, ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവുമ്പോ തന്നെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് അബൌട്ട് ലിവിംഗ് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റും വലുതായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ മെനി പീപ്പിൾ യു നോ ഓൾറെഡി, ഇറ്റ് ഈസ് ഹൗ മെനി പീപ്പിൾ ആർ യു വില്ലിംഗ് ടു സെർവ്. അതാണ് കാര്യം, അതാണ് കാര്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വളരെ സൈക്കോളജിക്കലായിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു കാര്യം അവസാനിപ്പിക്കാം. കാരണം ഞാൻ ഈ കോഴ്സ്, ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിയായ ബിലീഫും ശരിയായ പരിശീലനവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്താനും നിങ്ങൾക്ക് ശരിയായ ഹാബിറ്റ്സും ആൻഡ് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എംപവർ ചെയ്യാനുള്ള ഐഡിയാസും ടൂൾസുമാണ് ഞാൻ ഈ അവസരത്തിൽ തരുന്നത്. മോട്ടിവേഷൻ അല്ല.
ഒരിക്കലും നിലയ്ക്കാത്ത ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു 8 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു 8 കാര്യം. 1, ശരിയായ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു ലിസ്റ്റ് വലുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. 8 കാര്യങ്ങൾ. 1, ശരിയായ മൈൻഡ് സെറ്റ്. നിങ്ങളല്ല തീരുമാനിക്കണം ഈ ബിസിനസ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യൂല്ലോ എന്ന്. അവരാണ് തീരുമാനിക്കണം. നിങ്ങളായിട്ട് ഒരു തീരുമാനം അവർക്ക് വേണ്ടി എടുക്കരുത്. അതുകൊണ്ട് തന്നെ ശരിയായ ഈ മൈൻഡ് സെറ്റ് വേണം. അവൻ ചെയ്യോ ചെയ്യില്ലോ എന്ന് ഞാൻ തീരുമാനിക്കണ്ട, അവൻ തീരുമാനിക്കട്ടെ, ഞാൻ എന്തായാലും ഈ അവസരം അവനോട് പറയാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവണം. 1. രണ്ടാമത്തെ കാര്യം, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ജസ്റ്റ് ആഡിങ് നെയിംസ് വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ഹൗ ആൻഡ് വെൻ വിൽ യു മീറ്റ് ദം. നിങ്ങൾ എപ്പോഴാണ് കാണാൻ പോകുന്നത്, എന്നാണ് കാണാൻ പോകുന്നത്, എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള ചിന്ത കൂടാതെ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് പേരുകൾ ആഡ് ചെയ്യുക മാത്രം ചെയ്യണം. പേരുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവർക്ക് പറ്റോ ഇവർക്ക് പറ്റോ എന്ന് ചിന്തിക്കാതെ, എപ്പ കാണാൻ പറ്റും, എങ്ങനെ കാണാൻ പറ്റും, എന്ന് കാണാൻ പറ്റും എന്ന് ചിന്തിക്കാതെ പേരുകൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 3-ാമത്തെ പോയിന്റ്, എപ്പോഴും കരുതണം, പ്രോസ്പെരിറ്റി ഈസ് 1 നെയിം അവേ. നിങ്ങളുടെ നല്ല കാലം, നിങ്ങളുടെ സമൃദ്ധി ഒരാളിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. ഒരാള്, അയാൾ നേരിട്ടായിരിക്കില്ല. അയാൾ വന്നു, അയാളുടെ കൂടെ വേറൊരാൾ വന്നു, അയാളായിരിക്കും. അല്ലെങ്കിൽ അയാൾ വന്നു, അയാളുടെ കൂടെ ഒരാൾ വന്നു, അയാളുടെ കൂടെ വന്ന ആളായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കാൻ പോകുന്നത് ഈ ബിസിനസ്സിൽ. അതുകൊണ്ട് തന്നെ പ്രോസ്പെരിറ്റി ഈസ് ജസ്റ്റ് 1 നെയിം അവേ. ഒരു ഫാക്ടറി കിട്ടുന്നതിന് തുല്യമാണ്. ഒരു വിനോദ് നമ്പൂതിരിയെ കിട്ടിയാൽ, ഒരു ജിഷാദിനെ കിട്ടിയാൽ, ഒരു ഫിലിപ്പ് സിംഗിനെ കിട്ടിയാൽ, ഒരു ജെസ്സി പീറ്ററിനെ കിട്ടിയാൽ, ഒരു നന്ദകുമാറിനെ കിട്ടിയാൽ, ഒരു ജോളി സേവിയറിനെ കിട്ടിയാൽ, ഒരു സുനിൽ ജോർജിനെ കിട്ടിയാൽ, എത്ര 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 ആളുകൾ. 4-ാമത്തെ പോയിന്റ്, you should make list as if you are being paid for adding names to the list. നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതാൻ ആരോ ശമ്പളം തരുന്നുണ്ടെന്നുള്ള രീതിയിൽ വേണം ലിസ്റ്റ് എഴുതാൻ. നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതാൻ ശമ്പളം തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ലിസ്റ്റ് എഴുതാൻ. 5-ാമത്തെ പോയിന്റ്, forget about your past experience. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കുണ്ടാമണ്ടികളെ വിടൂ. അതിനെ ചുമന്നുകൊണ്ട് നടക്കാതിരിക്കൂ. നിങ്ങൾ അങ്ങനെ പല കമ്പനികളും പലതും ചെയ്തിട്ടുണ്ടാവും, പല പരിപാടികളും ചെയ്തിട്ടുണ്ടാവും, പലയിടത്തും തലകുത്തി മറിഞ്ഞിട്ടുണ്ടാവും, താഴെ വീണ് വെല്ലൊടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കാര്യം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ. ഈ ലോകം വളരെ മനോഹരമായിട്ട് നടക്കും, നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും. സോ ലിസ്റ്റ് ഇടുക, നിങ്ങളുടെ പഴയ എക്സ്പീരിയൻസ് വിടുക. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഇനി വരുന്ന കാലഘട്ടത്തിന്റെ, ഇനിയുള്ള ജീവിതത്തിൽ ആദ്യത്തെ ദിവസം ഇന്നാണ് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുവർ പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. നിങ്ങളുടെ പഴയ ജീവിതം നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല. പാസ്റ്റ് ഫ്യൂച്ചറിനെ കാണിക്കുന്നില്ല. പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. അതുണ്ടാവുക. ഫ്രഷ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഫ്രഷ്, വെരി ഫ്രഷ് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ഈ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. 6-ാമത്തെ പോയിന്റ്, when you empty your mind will start supplying you with new names. എഴുതി വെക്കണം. അതായത് നിങ്ങൾ മനസ്സിൽ നിന്നും നിങ്ങളുടെ ഡയറിയിലേക്ക് പേരുകൾ മാറ്റും തോറും പുതിയ പുതിയ പേരുകൾ മനസ്സ് കൊണ്ടുതരും. നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ഡയറിയിലേക്ക് പേരുകൾ മാറ്റും തോറും, എംപ്റ്റി ചെയ്യും തോറും, ഒഴിവാക്കും തോറും പുതിയ 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 പേരുകൾ വന്നുകൊണ്ടിരിക്കും. തലയിൽ വെക്കരുത്. തലയിലുള്ളത് പേപ്പറിലേക്ക് മാറ്റിയാൽ പുതിയത് തലയിൽ മുളയ്ക്കും. 7-ാമത്തെ പോയിന്റ്, എവരി പേഴ്സൺ കൗണ്ട്സ്. ആരെയും വെറുതെ വിടരുത്. ഒരൊറ്റയാളെ വെറുതെ വിടരുത്. ഒരാളെ പോലും വെറുതെ വിടരുത്. അയാൾ ചിലപ്പോ വലുതായില്ലെങ്കിൽ പോലും അയാൾ ചിലപ്പോ ബ്ലഡ് കൊടുത്ത വേറൊരാള്,
കമ്മിറ്റഡ് ആയിട്ടുള്ള, അയാളെ സഹായിക്കാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള വേറൊരാൾ വന്നാൽ ഇയാളെക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ട് ചിലപ്പോൾ കണ്ടുവന്ന് വരും. അയാളുടെ ചിലപ്പോൾ ഒരു അനന്തരവനായിരിക്കാം, അയാളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അയാളുടെ ഹോട്ട് ആയിട്ടുള്ള വേറൊരാളായിരിക്കാം ഇത് വളരെ സീരിയസ് ആയിട്ട് വന്ന് ആക്ഷൻ എടുക്കുന്നത്. ആരെയും മോശമായിട്ട് കണക്കാക്കണ്ട, ആരോടും പറയാതിരിക്കണ്ട, പക്ഷെ ആരിലും തട്ടി നിൽക്കരുത്. 8ാമത്തെ പോയിന്റ്, ഇത് ഞാൻ കൊണ്ടുവന്ന തിയറിയാ, ഞാൻ എവിടെയും വായിച്ചതല്ല, പച്ച മലയാളത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണത്. ആരെയും ഒഴിവാക്കരുത്, പക്ഷെ ആരിലും തട്ടി നിൽക്കരുത്. വിനോദ് നമ്പൂതിരി മരണം വരെ ആരെയും ഒഴിവാക്കില്ല, പക്ഷെ ഒരാൾ വിചാരിച്ചാൽ പോലും ഈ വ്യവസായം ഉള്ളിടത്തോളം കാലം ഈ വ്യവസായത്തിലെ എന്റെ വിജയത്തെ തടയാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. ഒരാളെ പോലും വിനോദ് നമ്പൂതിരി അനുവദിക്കില്ല. ഞാൻ ആരും ഒഴിവാക്കില്ല, പക്ഷെ ആരിലും തട്ടി നിൽക്കില്ല. എന്റെ കൂടെ വന്നവർക്ക് മുഴുവൻ അറിയാതെ, വളരെ കൃത്യമായിട്ട് അറിയാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഐ ആം ലുക്കിംഗ് അറ്റ് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് അറ്റ് മീ. ഞാൻ നോക്കി നടക്കുന്നത് എന്നെ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇതാണ് ചെയ്യേണ്ടത്. ഒരു പോയിന്റ് കൂടി എഴുതി വെക്കൂ, ഒരു പോയിന്റ് കൂടി, 9ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. 1 hour or more only for list building. ഇന്ന് നിങ്ങള് 1 മണിക്കൂറെങ്കിലും ലിസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രം, 1000 പേരാകുന്നത് വരെ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ലിസ്റ്റ് ബിൽഡിങ്ങിന് മാത്രം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് എഴുതിക്കൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ മനസ്സ് പുതിയ പുതിയ ലിസ്റ്റുകൾ തന്നുകൊണ്ടേയിരിക്കും. വർഷങ്ങളോളമുള്ള നിരാശ, എഴുതി വെക്കുക, വർഷങ്ങളോളമുള്ള നിരാശ, ഇയേഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ, അത് ഒഴിവാക്കണമെങ്കിൽ 1 മണിക്കൂർ ലിസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഇരുന്നാൽ മതി എല്ലാ ആഴ്ചയും. നിങ്ങളുടെ വർഷങ്ങളോളമുള്ള നിരാശ ഒഴിവാക്കണമെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ ലിസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഇരുന്നാൽ മതി. ഇത് വിനോദാണ് പറയുന്നത്, ഇത് റെക്കോർഡഡ് ആണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചോദിക്കാം എപ്പോ വേണമെങ്കിലും. ഇനി പറയാൻ പോണത് മെത്തഡോളജിയാണ്. എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ പോണെന്നുള്ളത് മെത്തഡോളജി അടിയിൽ വരയ്ക്കുക. പല മെത്തഡോളജി ഉണ്ട്. അതിലൊന്ന് പേജ് നിറയ്ക്കാന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടാവാൻ പാടുള്ളൂ. ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് പേജ് നിറയ്ക്കുക, അത് മാത്രമേ ഉദ്ദേശം ഉണ്ടാവാൻ പാടുള്ളൂ. 1. 2, എത്ര സ്പീഡിൽ ചെയ്യാമോ അത്രയും സ്പീഡിൽ ചെയ്യുക. കാരണം മനസ്സിന് നല്ല സ്പീഡുണ്ട്. നിങ്ങൾ എഴുതും തോറും മനസ്സ് അത്രയും സ്പീഡിൽ തന്നെ പുതിയ ആളുകളെ കൊണ്ട് തന്നോണ്ടിരിക്കും. ബി ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. സ്പീഡ് ഉണ്ടാവണം, നിറയ്ക്കുക, സ്പീഡ് ഉണ്ടാവണം. കാരണം മനസ്സ് നിങ്ങൾ എഴുതുന്ന സ്പീഡിൽ തന്നെ പുതിയ ആളുകളെ തന്നോണ്ടിരിക്കും. ഇനി അടുത്ത മെത്തഡോളജി, 3ാമത്തെ, പവർ ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ്. എന്താണ് അസോസിയേഷൻ? നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആളുകളുടെ ഇമേജും അവരുടെ ചിത്രങ്ങളും വീഡിയോസും മൂവീസും ആയിട്ടാ വരിക. നിങ്ങൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കുമ്പോഴും അവരുടെ പേരല്ല തെളിഞ്ഞു വരിക നിങ്ങളുടെ തലയിൽ. അവരുടെ മുഖം വരും, അവരിടുന്ന ഡ്രസ്സ് വരും, അവര് ഒരു ചലനങ്ങളിൽ വരും, അവര് ഫോട്ടോ പോലെ വരും, അത്ര വരുള്ളൂ. അപ്പം പേരുകൾ എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട്. എന്താണ്? ഇവരുടെ കൂടെ പലരുടെയും മുഖം വരും. അവരുടെ അച്ഛൻ, അമ്മ, അമ്മാമൻ, അപ്പൂപ്പൻ, അവിടെ വർക്ക് ചെയ്യുന്ന ആള്, പണ്ട് പരിചയപ്പെട്ട ഒരാള്, അവിടെ കടയിൽ അവരുടെ കട, അവരവിടെ ഇരിക്കുമ്പോ മുക്കിലുള്ള ആ തിണ്ണയിലിരിക്കുന്ന പുള്ളി, ആ കലിങ്കിലിരിക്കണവൻ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇമേജസ് വന്നുകൊണ്ടേയിരിക്കും. അവരുടെ മുഴുവൻ പേരെഴുതുക. പേര് കിട്ടിയില്ലെങ്കിലും എഴുതേണ്ടത് ചുമന്ന ലുങ്കി എടുത്ത് വെള്ള ഷർട്ട് ഇട്ട് സ്ഥിരം കാണാറുള്ള വ്യക്തി, അങ്ങനെ എഴുതി വെക്കുക. പാൽക്കാരൻ, പത്രം കൊടുക്കുന്നവൻ, അപ്പുറത്തുള്ള അനന്തരവൻ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പേരുകൾ പ്രശ്നമല്ല, ആ ഇമേജുകൾ പ്രശ്നമാണ്. അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത പോയിന്റ്, സ്റ്റേ ഫോക്കസ്ഡ്. ഇത് ചെയ്യുമ്പോ ഇത് മാത്രം ചിന്തിക്കുക. എനിക്ക് നിറയ്ക്കാനുള്ളതാണെന്ന് ചിന്തിക്കുക. സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കീപ് ദ ഫ്ലോ ഗോയിങ്. ഇതിങ്ങനെ ഫ്ലോ ചെയ്തോണ്ടേയിരിക്കണം. ഇന്ന് കാട്ടിൽ ജനിക്കാത്ത നാട്ടിൽ ജനിച്ച 20 വയസ്സുള്ള ഓരോ വ്യക്തിക്കും 2000 പേരെ അറിയാം. പക്ഷെ
ചോദിച്ചാൽ അവൻ പറയും 10 പേരെ പോലും അറിയില്ല എന്ന് പറയും. കാരണം മനസ്സ് ഒരു സമയത്ത് ഒന്നേ പിടിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അറ്റ് എ ടൈം ഒന്നേ പിടിക്കുള്ളൂ. അത് അതുകൊണ്ട് ശരിക്കും 2000 പേരെ പരിചയമുണ്ട് ഒരു 20 വയസ്സുള്ള ആൾക്ക് പോലും. നമ്മളത് തിരിച്ചറിയണം, വേണ്ട രീതിയിൽ അത് പെരുമാറണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഓരോ ആളുകളുടെയും പേരിൽ നിന്നും എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അസോസിയേഷൻ, അതിനെ വേണമെങ്കിൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഉദ്ദേശം ആളെ പിടിക്കലല്ലോ. നമ്മുടെ ഉദ്ദേശം മാക്സിമം ആളുകളെ ഹെൽപ്പ് ചെയ്യലാണ്. ഈ ഉൽപ്പന്നങ്ങൾ വഴി 100 വയസ്സ് കടക്കാൻ പാകത്തിനുള്ള യൗവനം നിലനിർത്തിക്കൊണ്ട് 100 വയസ്സ് കടക്കാനുള്ള അവസരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അവസരം വഴി അവർക്ക് 50 കൊല്ലത്തെ കഷ്ടപ്പാട് 5 കൊല്ലം കൊണ്ട് തീർത്ത് അവർക്ക് ഫിനാൻഷ്യലി ഫ്രീ ആണുള്ള അവസരം കൊടുക്കുന്നു. അടുത്ത തലമുറകൾ വരെ ശോഭനമാക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ഇതിനാവശ്യമുള്ള നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാണ്? ട്രെയിനിങ് കൊടുക്കുന്നു, മൈൻഡ് സെറ്റ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതായതുകൊണ്ട് ആസക്തി ഉള്ളവരാവണം വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം പറ്റിയ ആളായിരിക്കാം, അല്ലെങ്കിൽ പറ്റിയ ആളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം. എഴുതി വെക്കുക. ഒരാളെയും വിടരുതെന്ന് ഞാൻ പറയാൻ കാരണം അയാൾ പറ്റിയ ആളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പറ്റിയ ആളെ ചൂണ്ടിക്കാണിക്കുന്ന ആളായിരിക്കാം. ഇത് എഴുതി വെക്കണം. ഞാൻ ഈ പറഞ്ഞത് എഴുതി വെക്കണം. അടുത്ത പോയിന്റ് ടോട്ടൽ ഇമ്മേർഷൻ എന്നാണ്. അതായത് ആഴത്തിൽ താഴുക, മുങ്ങിത്താഴുക. ടോട്ടൽ ഇമ്മേർഷൻ എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴണം. അത് ഈ ലിസ്റ്റ് തയ്യാറാകുന്നവരെ, ആദ്യത്തെ 1000 പേരുടെ ലിസ്റ്റ് തയ്യാറാകുന്നവരെ ഒബ്സസീവ് ആയിരിക്കണം. ഈ പുതിയ പേരുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു വലിയ ആക്ടിവിറ്റി ആയിട്ട് എടുക്കണം. പല ഡോക്ടർമാരും പറയാറുണ്ട്, ഉറക്കം സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല, ഉറക്കം ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ ഉറക്കം അതൊരു ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാറില്ല. അല്ല, ഉറക്കം ഒരു ആക്ടിവിറ്റിയാണ്. ചിന്ത ഒരു ആക്ടിവിറ്റിയാണ്. എഴുതൽ ഒരു ആക്ടിവിറ്റിയാണ്. അബോധപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇതെല്ലാം ബോധപരമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് ചെയ്യുക. ടോട്ടൽ ഇമ്മേഴ്സൺ. 4 ബേസിക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ലിസ്റ്റ് ബിൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത് എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെ അടിസ്ഥാനം ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ 3 മാസം കൂടുന്തോറും എഴുതി വെക്കുക. 90 ഡേയ്സിൽ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാണാത്ത ഒരു 1000 പേരുടെ ലിസ്റ്റ് എപ്പോഴും ഫ്രഷ് ആയിട്ട് റിഫ്രഷ് ചെയ്ത് നിർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് തന്ന സിസ്റ്റംസ്, ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ ABCD വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. A വെച്ചിട്ടുള്ള ആൾക്കാർ, B വെച്ചിട്ടുള്ള ആൾക്കാർ, C വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ മൊബൈലിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ, കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർ, ഇങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ 1000കണക്കിന് ലിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം മാത്രം എഴുതുക, സർപ്രൈസ് യുവർ സെൽഫ് വിത്ത് അൺബിലീവബിൾ ലിസ്റ്റ് എന്നാണ്. അവനവനെ തന്നെ സർപ്രൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അവനവനെ തന്നെ സർപ്രൈസ് ചെയ്യണം, അത്ഭുതപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റണം ലിസ്റ്റിന്റെ വലിപ്പം കാണിച്ചുകൊണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ എല്ലാത്തിനും ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു എലമെന്റ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് വരെ കണ്ണ് തുറക്കരുത്. നിങ്ങൾ കണ്ണൊന്ന് അടയ്ക്കണം. ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ കണ്ണടയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ചിത്രങ്ങളായിട്ട് കൊണ്ടുവരിക. ഞാൻ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ മാത്രം കണ്ണ് തുറക്കുക. നിങ്ങൾ വളരെ ചെറിയ ഒരു ലിസ്റ്റിൽ വർക്ക് ചെയ്യാണ്.
ഒരു 8-10 പേരുടെ ലിസ്റ്റിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക. ഒരു ചിന്ത് കടലാസിൽ ഒരു 8-10 പേരുടെ പേര് മാത്രം എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ആ 8-10 പേരൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാരാ. നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ റിലേറ്റീവ് ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ. ഈ ആൾക്കാരോടൊക്കെ നിങ്ങൾ കാണുന്നവരോടൊക്കെ കെഞ്ചാണ്, ഒന്ന് വാട്ടോ ജോയിൻ ചെയ്യും പ്ലീസ്. ജോയിൻ ചെയ്യിക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന് നിങ്ങൾ ആ ലിസ്റ്റിൽ വർക്ക് ചെയ്യണ കാരണം നിങ്ങൾക്ക് ശേഷം വന്ന ചില ആളുകള് ഒരു ദിവസം മീറ്റിങ്ങിന് ചെന്നപ്പോ അവിടെ സ്റ്റേജിൽ കയറി കയ്യടി നടക്കുകയാണ്, കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ സ്റ്റേജിന്റെ താഴെ കയ്യടിച്ചോണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ശേഷം വന്നവർ സ്റ്റേജിൽ കയറി കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി കയ്യടിച്ചോണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് കാണുക, നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ പോവാണ്, അവിടെ നിങ്ങൾ അവഗണിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പ് നിങ്ങളെ വളരെ കാര്യമായിട്ട് കണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ നിങ്ങളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. ആ പെയിൻ നിങ്ങൾ ഫീൽ ചെയ്യണം. ഒരു ലൂസറിന്റെ പെയിൻ നിങ്ങൾ ഫീൽ ചെയ്യണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മെച്ചപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ വീട്, വണ്ടി ഒന്നും സ്വപ്നങ്ങളിലുള്ളതല്ല, അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ചെറിയ ലിസ്റ്റിൽ വർക്ക് ചെയ്ത് അവസാനം ഭാര്യയും അമ്മയും ഭർത്താവും കുട്ടികളും ഒക്കെ പറയാണ്, നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നടക്കില്ലടാ പോയി, ഇതൊന്നും സംഭവിക്കില്ല. ആളുകൾ നിങ്ങളെ കളിയാക്കാണ്, നിങ്ങൾക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ചെറിയ ലിസ്റ്റ്, ചെറിയ ആളുകൾ എന്നും പരാജയപ്പെട്ട് തിരിച്ചു വരാണ്. അങ്ങനെ ഇരിക്കതെ അടുത്ത മീറ്റിങ്ങിന് നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരൻ മീറ്റിങ്ങിൽ കയറി വന്ന് വേറൊരാളുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുക. അയാളോട് പറയണോ വേണ്ടയോ എന്ന് സംശയിച്ച് നമ്മൾ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾ ഓൾറെഡി ജോയിൻ ചെയ്തു കഴിഞ്ഞു. അയാളും അച്ചീവർ ആയി, ഇതാ സ്റ്റേജിൽ കയറി. ഇതാ ഇപ്പൊ നിങ്ങളുടെ പെയിന്റെ ഫീലിംഗ് എന്താ? ഫീൽ ദ പെയിൻ. നിങ്ങൾക്ക് ശേഷം വന്നവർക്ക് വേണ്ടി താഴെ ഇരുന്ന് കൈയടിക്കേണ്ടി വരുന്ന ഒരു പെയിൻ ഉണ്ട്. കരയാൻ തോന്നുകയാണെങ്കിൽ കരയൂ, സ്വയം ചീത്ത പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂ. ഒടുക്കം നിങ്ങൾക്ക് നിരാശ തോന്നി, വിഷമായി, നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള വിനോദ് നമ്പൂതിരി അപ്ലൈന്റെ അടുത്ത് ചെല്ലുകയാണ്, അപ്ലൈന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ വിനോദ് നമ്പൂതിരി നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ടായാൽ എല്ലാ പ്രശ്നവും തീരും, വലിയൊരു ലിസ്റ്റ് മാത്രം മതി, വേറെ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. നിങ്ങൾ നന്നായി പോയിട്ട് ലിസ്റ്റ് എഴുതൂ. എന്നിട്ട് ആ എഴുതുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാ, മതിയായി, ഐ എം ടയർഡ് ആൻഡ് സിക്ക് ഓഫ് ടയർഡ് ആൻഡ് സിക്ക്, ഇനഫ് ഇസ് ഇനഫ്, ഇനി മതി, ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്, ഇനി ഇവിടെ നിന്നാണ് തുടങ്ങാൻ പോവാണ് ഞാൻ. അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട്, ഐ വിൽ ചേഞ്ച് ദ ഗെയിം, ഞാൻ ഈ കളി മാറ്റാൻ പോവാണ്, മാറ്റർ ഓവർ, എനിക്കിനി പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ വയ്യ, എനിക്ക് ലിസ്റ്റ് ഇട്ടാൽ മാറ്റം വരുന്ന വിനോദ് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും, ഞാൻ അത് ചെയ്യാൻ പോവാണ്. നിങ്ങൾ അങ്ങ് ഇരിക്കുകയാണ്, നിങ്ങളുടെ ടേബിള്, നിങ്ങളുടെ കസേരയിൽ നിങ്ങൾ ഇരുന്നു, നിങ്ങൾ ഒരു ഡയറി എടുത്തു, നിങ്ങൾ ആ ഡയറി പതുക്കെ മറച്ചു, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രീ എന്ന് മുകളിൽ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഈശ്വരനിൽ വിശ്വസിക്കുന്നത് അത് എഴുതി വെച്ച് നിങ്ങൾ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ആദ്യത്തെ പേര് എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ തിളങ്ങി തുടങ്ങി, മുഖം പ്രകാശിച്ചു തുടങ്ങി. നിങ്ങളുടെ ഓരോ പേജും എഴുതി കഴിയാണ്. ഓരോ പേജും നിങ്ങൾ എഴുതണം, നിങ്ങൾക്ക് അങ്ങനെ കാണാം. നിങ്ങളെ എഴുതാണ് ഓരോ പേജ്, നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ്, അടുത്ത പേജ്, അടുത്ത പേജ്, അടുത്ത പേജ്, എഴുതി ഇടതടവില്ലാതെ നിങ്ങൾ എഴുതാണ്. ഇടതടവില്ലാതെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ നിങ്ങൾ ഡയറി അടച്ചു. ഡയറി അടച്ച് എഴുന്നേറ്റ ആള് ഇരുന്ന ആളല്ല, നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് 1000 പേരുടെ ലിസ്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു, ഇപ്പൊ എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ്, ആത്മവിശ്വാസം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അറിയാം, ഐ ആം ഗോയിങ് ടു പ്ലേ എ ബിഗ് ഗെയിം ദാറ്റ് നോ വൺ ഹാസ് പ്ലേഡ് ഇറ്റ്. ഇതുവരെ കളിക്കാത്ത രീതിയിൽ ഒരു കളി കളിക്കാനുള്ള ഗ്രൗണ്ട് ആയിടാ എനിക്ക്, ഇനി ഞാൻ കളിക്കാൻ പോവാടാ, ഞാനിതിൽ ഷുവർ ഷോട്ട് വിന്നറാവും, ആൻഡ് ഐ വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ. വിട്ട് കൊടുക്കില്ല ഞാൻ, ഐ ആം അൺസ്റ്റോപ്പബിൾ. എന്നെ തോട്ടാൻ പറ്റില്ല ആളുകൾക്ക്, ലോകത്ത് ഒരു ശക്തിക്കും ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇവരെ മുഴുവൻ കണ്ടു തീർത്ത് ഇവർക്കുള്ള സഹായങ്ങൾ ഞാൻ കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ. ഐ എം എ വിന്നർ നൗ. ജീവിതം ഈ നിമിഷത്തിന് മുൻപും പിൻപുമായി മാറിക്കഴിഞ്ഞു.
ഇരുന്ന ആളല്ല ഡയറി എഴുതി എണീറ്റത്. പരിവർത്തനം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കളിക്കുന്നതിന് മുമ്പ് തന്നെ കളി ജയിക്കുന്ന പരിപാടിയാണ് ലിസ്റ്റ് ഉണ്ടാക്കൽ എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. കളിക്കുന്നതിന് മുമ്പ് കളി ജയിച്ചു കഴിഞ്ഞവനാണ് ഞാൻ. ഹൗ വണ്ടർഫുൾ! ഞാൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. ഇനി എൻജോയ് ചെയ്യാം. റെസ്റ്റ് ഓഫ് ദ ഡേ എനിക്കിനി എൻജോയ് ചെയ്യാം. കാരണം ഞാൻ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിജയം ആഘോഷിക്കാൻ നിങ്ങളുടെ വീട്ടുകാരുണ്ട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമായി കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാങ്ക് ബാലൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് മുഴുവൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നു. നിങ്ങൾ ആരാധനയോടുകൂടി നോക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾ സ്റ്റേജിലിരിക്കുമ്പോൾ, സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ആ ട്രോഫി വാങ്ങുമ്പോൾ, നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് കയ്യടി വാങ്ങുമ്പോൾ പുറകിലിരുന്ന് ആളുകൾ പറയാണ്, ദാ നോക്കി, ആ ചേട്ടനാണ്, ആ ചേച്ചിയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് കാരണമായത്. ആ ചേച്ചിയാണ്, ആ ചേട്ടനാണ്, ആ അങ്കിളാണ്, ആ സാറാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് കാരണമായി തീർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ സുഖം. നിങ്ങൾ മുഖാന്തരം നൂറുകണക്കിന് ആളുകൾ കാർ എടുക്കുന്നു, നൂറുകണക്കിന് ആളുകളുടെ സമ്പദ്സ്ഥിതി മാറ്റപ്പെടുന്നു, നൂറുകണക്കിന് ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നു. നിങ്ങൾ ഇന്നൊരു സെലിബ്രിറ്റിയാണ്. നിങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടപ്പെട്ട സ്നേഹ സമ്മാനങ്ങൾ കിട്ടുന്ന, സ്നേഹാദരങ്ങളിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ രോമകൂപങ്ങളിലേക്ക് ആ ചിത്രം ഒന്ന് ആലോചിച്ച് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. എത്ര മനോഹരം, വണ്ടർഫുൾ, ഐഡിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ്. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തതിന്റെ സുഖം ലിസ്റ്റ് ഇട്ടതെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മുഹൂർത്തം. തിങ്ക് അബൌട്ട് ഇറ്റ്. ആ പരിവർത്തനത്തിന്റെ സുഖം ശരിക്കും അനുഭവിച്ചതിന് ശേഷം കണ്ണുകൾ പതുക്കെ തുറക്കുക. ഇത് അനുഭവിച്ചതിന് ശേഷം, മനസ്സുകൊണ്ട് ഇത് അനുഭവിച്ചതിന് ശേഷം കണ്ണുകൾ പതുക്കെ പതുക്കെ തുറക്കുക. സ്ലോലി സ്ലോലി ഓപ്പൺ യുവർ ഐസ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലിസ്റ്റ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്ര ദീർഘമായിട്ടുള്ള ഒരു പരിശീലനം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിക്കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സീരിയസ് ആയിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിനെ തുടർന്നു വരുന്ന ട്രെയിനിങ്ങുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ 2021 മറ്റുള്ളവർ എന്തൊക്കെയോ ചെയ്തു നടക്കുമ്പോൾ 2021 നിങ്ങൾ വെന്നിക്കൊടി പാറിക്കുന്ന ആളുകളായിരിക്കും. 2020 നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടാൻ കഴിയും. ലിസ്റ്റ് ബിൽഡിംഗ് വെരി വെരി ക്രിട്ടിക്കൽ ആണ് നമ്മുടെ ബിസിനസ്സിൽ എന്ന് മനസ്സിലാക്കുക. ഇനി വരുന്ന സമയത്ത് പോകാതെ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാതെ 5 മണി വരെ ഇരിക്കുന്ന ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാവുക. ഓരോ തുള്ളിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ട്രെയിനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ആളുകളുടെ എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വിജയിച്ച് കയറാൻ പാകത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ കമ്മ്യൂണിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കൊണ്ട് സമ്പന്നമാണ്. ഫാർമ, ടെലികോം, ഇൻഷുറൻസ് മേഖലയിലെ കമ്പനികളിലൊക്കെ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കുക. ട്രെയിനിങ്ങിന്റെ ഒരു അന്തരീക്ഷം, നേരത്തെ ശ്രീജിത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ട്രെയിനിങ്ങിന്റെയും ഡെവലപ്മെന്റിന്റെയും ഒരു അന്തരീക്ഷം ഒരുക്കി തരുന്നതിൽ ന്യൂ ലൈഫ് കമ്മ്യൂൺ ചെയ്യുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു സ്ഥലം തരുന്നുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് കൂടെ നിൽക്കുക. നമുക്ക് വേണ്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്. 100 PV എന്ന് പറയുന്ന 100 പോയിന്റ് വാല്യൂ, അത് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ തയ്യാറാവണം. നമ്മളത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ചെയ്യുന്നു, ആരൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളവരും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് കഴിയുമ്പോൾ ഈ ട്രെയിനിങ് പോലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് നമ്മൾ മിതപ്പെടുത്തുന്നുണ്ടാവും വരുന്ന കാലങ്ങളിൽ. കാരണം വി വാണ്ട് ഓൺലി സീരിയസ് പീപ്പിൾ, വെരി വെരി സീരിയസ് പീപ്പിൾ. കാരണം ഇതൊരു പഞ്ചവത്സര പദ്ധതിയല്ല. 1-2 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ അവസരത്തിന് മുമ്പിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ആ അവസരത്തിലേക്ക് ഏറ്റവും വലിയ ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ലിസ്റ്റിന്റെ വലിപ്പമാണ്. ലിസ്റ്റിന്റെ വലിപ്പം നിങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ പോലും, ആളുകൾ അറിഞ്ഞുകൂടെങ്കിൽ പോലും പുതിയ പുതിയ ലിസ്റ്റുകൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോവാം, ഫേസ്ബുക്കിൽ പോവാം, കമന്റുകൾ ഇടാം, കമന്റുകൾ റിസീവ് ചെയ്യാം. ആ കമന്റുകൾ ഇട്ട ആൾക്കാർ ആരാന്ന് ചെക്ക് ചെയ്യാം, അവരെ വിളിക്കാം, അവരുടെ നമ്പറുകൾ വാങ്ങാം. അങ്ങനെ എല്ലാ തരത്തിലും വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക്
നിങ്ങൾ എത്ര പേരെ സെർവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ലിസ്റ്റ് വരുന്നത്. നിങ്ങൾ എത്ര പേരെ പിടിക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ എത്ര പേരെ സെർവ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളെ സെർവ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ സെർവ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾ അതിനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതൽ 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 ആളുകളെ സെർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ലിസ്റ്റ് ഒരിക്കലും തീരാത്ത ഒന്നായി മാറട്ടെ, ഒരിക്കലും വറ്റാത്ത നീരുറവയായി മാറട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ഫാക്ടറാക്കി നിങ്ങളുടെ ലിസ്റ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഈ ഒരു പരിശീലന പദ്ധതി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു റിജുവിന്റെ അഭാവം നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് മോർ എന്ന് പറഞ്ഞതിലും റിയാക്ഷൻ എന്ന് പറഞ്ഞതിലും ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ, ഈ ഒരു ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ അത് കൈയടി വെർച്വലി കൊടുക്കുന്നതിന്റെ ഒരു സുഖം നമുക്ക് അറ്റ്ലീസ്റ്റ് സ്പീക്കർക്ക് കിട്ടും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൈയടിക്കാം. 45